പ്രൈസ് ഗോഡ്. ഇത്രത്തോളം ദൈവമായ കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ദൈവവിടെയായത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മൾ ചിന്തിച്ചു വരുന്ന വേദഭാഗങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ 7 സഭകൾക്കുള്ള ദൂതാണ് നമ്മൾ ചിന്തിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഏത് സഭയ്ക്കുള്ള ചിന്തിച്ചത്? സ്മുർന സഭയെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഇന്ന് പകൽക്കാലം വീണ്ടും ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനുശേഷമുള്ള അടുത്ത സഭയ്ക്കുള്ള ദൂതിലേക്ക് തുടർന്ന് എത്രമാത്രം പോകാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, എങ്കിലും കിട്ടുന്ന സംവത്സരങ്ങൾ ഉപയോഗിക്കാം. അടുത്ത സഭയ്ക്കുള്ള ദൂത് നമ്മൾ വായിച്ച് വെളിപ്പാട് പുസ്തകം 2:12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി ഒരാൾ വായിച്ചേ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായുത്തലയുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കലോവിയരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാഞ്ഞാൽ ഞാൻ വേഗത്തിൽ വന്ന് എൻ്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വളരെ ശക്തമായ ഒരു ദൂതാണ് സഭയ്ക്ക് ദൈവം കൊടുക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് കൊടുക്കുന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. ആദ്യമേ ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ എക്സാമിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സിറ്റി ഓഫ് സ്മിർന, അല്ലെങ്കിൽ ചർച്ച് ഓഫ് പെർഗമോസ് സഭയുടെ ഒരു പശ്ചാത്തലം ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കിതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത്. പെർഗമോസ് പട്ടണം ഏഷ്യ മൈനറിൽ അറിയപ്പെടുന്ന പട്ടണങ്ങളിൽ ഒന്നായിരുന്നു. ഈ പട്ടണം ഏതാണ്ട് ഒരു കുന്നിൻ്റെ മുകളിലായിരുന്നു. ഏതാണ്ട് 1000 ഫീറ്റ് ഹൈറ്റിലുള്ള ഒരു കുന്നിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു മനോഹരമായ ഒരു പട്ടണമായിരുന്നു. എന്നാൽ ഈ പട്ടണത്തിൻ്റെ പ്രത്യേകത, ഇതൊരു ജാതീയ ആരാധനയുടെ കേന്ദ്രമായിരുന്നു. ഈ പെർഗമോസ് പട്ടണം വളരെ ജാതീയമായ ആരാധന വളരെ പ്രസിദ്ധമായിരുന്നു. അവിടെ പ്രത്യേകിച്ച് അവിടെ സ്ഥിതി ചെയ്തിരുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ പേരാണ് സ്തോത്രം അഥേന എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഥേന ക്ഷേത്രം. അവിടെയുള്ള ഒരു വലിയ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായിരുന്നു. ആ ക്ഷേത്രത്തിനകത്ത് വിവിധമായ ബിംബങ്ങളും ആരാധനകളും നടക്കുന്ന ഒരു പട്ടണം. അപ്പോൾ ഇതിനകത്തൊരു ദേവനുണ്ട്. ആ ദേവൻ്റെ പേരാണ് അസ്കലിപ്പിയോസ് എന്നാണ് ആ ദേവൻ്റെ പേര്, അസ്കലിപ്പിയോസ്. ഓക്കെ. ഈ ദേവനെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വസിച്ചിരുന്നത് ഇത് ഗോഡ് ഓഫ് ഹീലിംഗ് എന്നാണ്, രോഗസൗഖ്യത്തിൻ്റെ ദൈവം എന്നാണ് ഈ അസ്കലിപ്പിയോസ് എന്ന് പറയുന്ന ഈ ദേവനെക്കുറിച്ച് അവർ ചിന്തിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഒന്നുകൂടെ അടുത്ത് പറഞ്ഞാൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഈ പെർഗമോസ് പട്ടണത്തിലേക്ക് വന്ന്, പ്രത്യേകിച്ച് ഈ അഥേന ക്ഷേത്രത്തിൻ്റെ അടിയിലേക്ക് വന്നിട്ട് അവർ അവിടെ രാത്രി കാലങ്ങളിൽ തമ്പടിക്കുമായിരുന്നു. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവർ വിശ്വസിച്ചിരുന്നത് അവരുടെ എംബ്ലം തന്നെ ഒരു വടിയിൽ ഒരു പാമ്പ് ചുറ്റിയ ഒരു എംബ്ലമായിരുന്നു. അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത്, ഈ പട്ടണത്തിൽ രാത്രി കാലങ്ങളിൽ ഇവർ വന്ന് അവിടെ കിടക്കുമ്പോൾ വിഷമില്ലാത്ത ഇണങ്ങിയ പാമ്പുകളെ ക്ഷേത്രത്തിന് ചുറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ കിടക്കുമ്പോൾ ഈ പാമ്പ് അവരുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയാൽ അവർക്ക് രോഗസൗഖ്യം ലഭിക്കുമെന്നൊരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനേക ആൾക്കാർ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടേക്ക് വരുന്നു. അവരുടെ എംബ്ലം എന്ന് പറയുന്നത് ഒരു വടിയിൽ ഒരു പാമ്പ് ചുറ്റിയ എംബ്ലമായിരുന്നു ഈ അസ്കലിപ്പിയോസ് എന്ന് പറയുന്ന ദേവൻ്റെ എംബ്ലം. മോഡേൺ കാലഘട്ടത്തിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ, ഇന്നത്തെ മെഡിക്കൽ എംബ്ലം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഏറെക്കുറെ ഇതിന് സമാനമായ ഒരു എംബ്ലമാണ് ഇന്നത്തെ മെഡിക്കൽ എംബ്ലം നമുക്ക് കാണാൻ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതൊന്ന് നിങ്ങൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ഇത് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇത് എവിടെയും കണ്ടിട്ടുണ്ടോ? എന്തതിൻ്റെ
കേട്ടില്ല? യാ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ദെൻ മറ്റേടുത്ത് സി സ്റ്റോറി ബിഗൈൻ ദ സ്നേക്സ് ഇൻ ദ മെഡിക്കൽ എംബ്ലം. അതായിരുന്നു ആസ്കൽപ്രിയോസിൻ്റെ എംബ്ലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറെക്കുറെ ഇതിന് സമാനമായ ഒരു മണ്ഡലത്തിലാണ് അത് എത്തി നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം, സ്തോത്രം, ഇങ്ങനെ ഒരു ജാതീയ ആരാധനയായിരുന്നു പെർഗമോസ് സഭയ്ക്ക് അല്ലെങ്കിൽ പെർഗമോസ് പട്ടണത്തിനകത്ത് ഉണ്ടായിരുന്നത്. അതൊരു ചരിത്രം മാത്രം, ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പട്ടണത്തെക്കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. എന്നാൽ ഇനി സഭയിലേക്ക് വരിക. ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആരംഭത്തെക്കുറിച്ചോ ആരാണ് അവിടെ പ്രവർത്തിച്ചതിനെക്കുറിച്ചോ വിശദമായ ഒരു വിശദീകരണമൊന്നും തിരുവചനത്തിനകത്ത് കാണാൻ കഴിയുന്നില്ല. എങ്കിലും സ്മുർന സഭയുടെ ആരംഭം പോലെ തന്നെ എഫെസോസിൽ പൗലോസ് പോയി പ്രസംഗിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, അവിടെ 3.5 വർഷം ശുശ്രൂഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികൾ കർത്താവിൻ്റെ അന്ത്യകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ആ ആഹ്വാനം ഏറ്റെടുത്തുകൊണ്ട് ഈ പെർഗമോസ് പട്ടണത്തിലും അവർ എത്തുവാനിടയായി തീർന്നു. അങ്ങനെ അവരിൽ കൂടി ആയിരിക്കണം ഇവിടെ സഭയിൽ ഈ സുവിശേഷം ഒഴുകുവാനും അവിടെ ഒരു സഭ ഉടലെടുക്കുവാനും ഇടയായത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്മുർന സഭ പോലെ തന്നെ പെർഗമോസ് സഭയിലും ഒത്തിരി പീഡനങ്ങളിൽ കൂടെ അവർ കടന്നുപോയി, ഒത്തിരി പ്രതികൂലങ്ങളിൽ കൂടി അവർ കടന്നുപോയി. അതിൻ്റെ ഉദാഹരണമാണ് അതിൻ്റെ 13-ാം വാക്യത്തിൽ അവിടെ കർത്താവിൻ്റെ വിശ്വസ്ത രക്തസാക്ഷിയായ അന്തിപ്പോസ് മരിച്ച അല്ലെങ്കിൽ രക്തസാക്ഷിയായ കാര്യത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് 13-ാം വാക്യത്തിൽ. എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും. കണ്ടോ, മതി, അത്ര നിർത്തട്ടെ, അതിന്റെ വിശദീകരണം പിന്നീട് വരാം. അപ്പോൾ അവിടെ ഒത്തിരി പ്രതികൂലങ്ങളാണ് സഭയ്ക്കകത്ത് അനുഭവിച്ചത്, പീഡനങ്ങളാണ് അനുഭവിച്ചത്. ഓക്കെ, അങ്ങനെ പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്ന സഭയോട് ദൈവത്തിൻ്റെ ദൂതൻ ആ സഭയിലേക്ക്, നമ്മൾ ആദ്യമേ ചിന്തിച്ചു, അഗ്നിജ്വാലയ്ക്ക് തക്കവണ്ണം കണ്ണുള്ളവനായ കർത്താവ് സഭയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ സഭയുടെ ആന്തരിക അവസ്ഥകളെ, ഉൾവശങ്ങളെ മനസ്സിലാക്കിയിട്ട് സഭയ്ക്ക് കൊടുക്കുന്ന ദൂതാണ് നമ്മൾ 12-ാം വാക്യം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ സ്തോത്രം, തുടക്കത്തിൽ ആരാണ് അല്ലെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ ആ വ്യക്തിത്വത്തെ അവിടെ വെളിപ്പെടുത്തുകയാണ്. എന്താണ് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നേരത്തെ ഓർപ്പിച്ചു, ഓരോ സഭയ്ക്ക് ദൂത് പറയുമ്പോഴും ആ സഭയുടെ അടിസ്ഥാനത്തിൽ അവരുടെ അവസ്ഥയെ മനസ്സിലാക്കിയ കർത്താവ് ദൂത് പറയുന്നത്. ഞാൻ ഓർപ്പിച്ച വിഷയമാണ്, ഒരു രോഗത്തിൽ ഭാരപ്പെടുന്നവരോട് ദൈവം രോഗസൗഖ്യമായി വെളിപ്പെടുന്നത് പോലെ ആവശ്യങ്ങളിൽ ഇരിക്കുന്നവർക്ക് കരുതുന്നവനായ ദൈവം എന്ന പോലെ ഇവിടെ സഭയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് കർത്താവ് വെളിപ്പെടുക. ഇപ്പോൾ ഇവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്, എന്താ? മൂർച്ചയേറിയ ഇരുവായ്ത്തല വാളുള്ളവൻ ചെയ്യുന്നത്. ഇവിടെ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ആരാണ്? മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു. സർദീസ് സഭയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോൾ കർത്താവ് എന്തായിരുന്നു അവിടെ പറഞ്ഞത്? സ്മുർന സഭയെ സംബന്ധിച്ചിടത്തോളം മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുന്നവനായ ദൈവം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, സ്തോത്രം, മൂർച്ചയേറിയ ഇരുവായ്ത്തല ഉള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു എന്നാണ്. സ്തോത്രം, ഈ വാൾ എന്ന് പറയുന്നത് കർത്താവിന്റെ അധികാരത്തെ കാണിക്കുന്നതാണ്. ഇരുവായ്ത്തലുള്ള വാൾ എന്ന് പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ടെങ്കിലും ആ പല അർത്ഥങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയത്തില്ല. ഒറ്റ കാര്യത്തിൽ വ്യാഖ്യാനമായി നമുക്ക് ചിന്തിക്കാം. ഒന്ന്, സ്തോത്രം, ഇതിന് ദൈവവചനത്തിൽ അറിയാം, ഇത് ഇരുവായ്ത്തലുള്ള വാളാണ്. ഒരു വശത്ത് സ്തോത്രം ദൈവനാമത്തിനെതിരെ നിൽക്കുമ്പോൾ ഇത് മൂർച്ചയുള്ള ന്യായവിധിയുടെ വാളായി തീരുമ്പോൾ ദൈവഭാഗത്തോട് ചേർന്ന് നിൽക്കുന്നവന് ഇത് ആശ്വാസത്തിന്റെ ഒരു വാളായി മാറും. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ കർത്താവ് വെളിപ്പെടുന്നത് ഇരുവായ്ത്തലുള്ള വാളായിട്ടാണ്, അല്ലെങ്കിൽ ആ വാൾ ഉള്ളവനായിട്ടാണ് സ്തോത്രം ഇവിടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പോൾ പ്രാരംഭത്തിൽ ഒന്നാമതായി അവരുടെ അപ്രീസിയേഷൻ എന്ന് നമുക്ക് ചിന്തിക്കാം. എന്താണ് കർത്താവ് സഭയെ നോക്കിയിട്ട് അവരെ അപ്രീഷിയേറ്റ് ചെയ്ത്? അക്നോളജ്മെന്റ് ഓർ അപ്രീസിയേഷൻ. വേഴ്സ് 13, നീ എവിടെ പാർക്കുന്നുവെന്നും അത് സാത്താന്റെ സിംഹാസനമുള്ളയിടമെന്നും ഞാൻ അറിയുന്നു. മതി. ഇവിടെ സഭയെ നോക്കിയിട്ട് കർത്താവ് പറയുക, നീ ആയിരിക്കുന്ന സ്ഥലം ഏതാണെന്നും നിന്റെ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്നും എനിക്ക് നന്നായി അറിയാം. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനുഷ്യന് കാണാൻ കഴിയാത്ത ചില മണ്ഡലങ്ങളെ കർത്താവ് ദർശിക്കുക. ഈ സാത്താൻ
പാർക്കുന്നിടം എന്ന് പറയുന്നത് അക്ഷരീയമായ ഒരു മണ്ഡലത്തെക്കാൾ ഉപരി അദൃശ്യമായ ഒരു പൈശാചിക മണ്ഡലത്തെ കർത്താവ് തന്റെ കണ്ണുകൊണ്ട് കാണുക. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, പിശാച് സ്വാധീനിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു പട്ടണത്തിൽ അവർ പാർക്കുമ്പോൾ പിശാചിന്റെ സ്വാധീനതയിൽപ്പെടാൻ ഒത്തിരി സാധ്യതകളുണ്ട്. കാരണം ഇവർ പാർക്കുന്നത് എവിടാണ്? സാത്താന്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലം. ഹല്ലേലൂയ. കാരണം ഒത്തിരി വെല്ലുവിളികളും എതിർപ്പുകളും പീഡനങ്ങളും എല്ലാം സഭ നാൾക്കുനാൾ അഭിയോഗിച്ചുകൊണ്ടിരിക്കുക. ഇതിനൊക്കെ കാരണം മറ്റൊന്നുമല്ല, അവരായിരിക്കുന്നത് പൈശാചികന്റെ സിംഹാസനം ഇരിക്കുന്ന ഒരു മണ്ഡലമാണ്. ആമേൻ. ഇന്നത്തെ കാലത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, സ്തോത്രം, അങ്ങനെ ആയതുകൊണ്ട് സഭയോട് പോരാട്ടമുണ്ട്, സഭയോട് പ്രതികൂലമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കണം, നമുക്കിന്നും പോരാട്ടമുണ്ട്. നമ്മുടെ പോരാട്ടം ആരോടാ? പോരാട്ടം? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികളോടുമാണ്. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, നമ്മൾക്ക് കാണാൻ കഴിയാത്ത അദൃശ്യമായ ഒരു പൈശാചിക മണ്ഡലം എല്ലാം ഇപ്പോഴും നമ്മുടെ ചുറ്റിലുമുണ്ട്. നാം യാത്ര ചെയ്യുമ്പോൾ എപ്രകാരം ദൈവത്തിന്റെ പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഒരു ദൈവവൈതലിന്റെ കൂടെ എപ്രകാരം ദൈവിക സാന്നിധ്യമുണ്ടോ, നീ പാർക്കുന്ന പട്ടണത്തിൽ, നീ പാർക്കുന്ന ഭവനത്തിന് ചുറ്റും എപ്രകാരം ഒരു ദൈവ സാന്നിധ്യമുണ്ടോ, അതുപോലെ നിന്നെ ലക്ഷ്യമിടുന്ന ദേശത്തിന്റെ ഒരു ശക്തി നീ യാത്ര ചെയ്യുമ്പോൾ നിന്നെ പിൻപറ്റുന്നുണ്ട്. നീ പാർക്കുന്നിടത്ത് നിന്നെ പിൻപറ്റുന്നുണ്ട്. പക്ഷേ പലപ്പോഴും പ്രബലപ്പെടാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ സാന്നിധ്യവും നിന്നോട് കൂടെയുള്ളത് കൊണ്ടാണ്. നാം ഓരോരുത്തരും വസിക്കുന്നത് പിശാചിന്റെ സിംഹാസനമുള്ള ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. പ്രതിസന്ധികളുണ്ട്, പ്രതികൂലമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞല്ലോ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. ഇത്രമാത്രം അല്യ സഭ എതിർപ്പിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോൾ, പിശാചിന്റെ സിംഹാസനം ഇരിക്കുന്നിടത്ത് സഭ നിൽക്കുമ്പോൾ, അതിന്റെ മധ്യത്തിലും സഭയെക്കുറിച്ച് കർത്താവിന് പറയാനൊരു ദൂതുണ്ട്. ആമേൻ. ഈ ദൂതായിരിക്കണം ദൈവസഭയെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് കർത്താവിന് പറയാനുള്ളത്. ഇവിടെ പറയുന്നു, നിങ്ങൾ പാർക്കുന്നിടം സിംഹാസനം ഇരിക്കുന്ന ഇരിപ്പിടമാണെങ്കിലും. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്ന ഒരു അപ്രീസിയേഷന്റെ വാക്കുണ്ട്, അഭിനന്ദനത്തിന്റെ വാക്കുണ്ട്, എങ്കിലും എന്റെ നാമം, നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു, എന്നിലുള്ള വിശ്വാസം നീ എന്ത് ചെയ്തിട്ടില്ല? നിഷേധിച്ചിട്ടില്ല. The dispatches of challenges and faced which they are facing every day, in the midst of the persecution, in the midst of the challenges, they hold fast the name. ക്രിസ്തുവിന്റെ നാമം അവർ മുറുകെ പിടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഹോൾഡിംഗ് ഫാസ്റ്റ് ഹിസ് നെയിം. സാഹചര്യം അനുകൂലമല്ലെങ്കിലും ദൈവത്തിന്റെ നാമം അവർ നിഷേധിച്ചില്ല. സാഹചര്യം പ്രതികൂലമാകുമ്പോൾ കർത്താവിനെ തള്ളിപ്പറയുന്ന ഒത്തിരി പേര് ഇന്ന് ലോകത്തിലുണ്ട്. സാഹചര്യങ്ങൾ വിപരീതമാകുമ്പോൾ എന്തിനെന്ന് കർത്താവിനെ ചോദ്യം ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എന്തിനേറെ നമ്മളെ തന്നെ ചിന്തിക്കാമല്ലോ. രണ്ട് പ്രശ്നം അല്ലെ അടിക്കടി വന്ന കർത്താവെ എന്താണെന്ന് ചോദിക്കുന്നവരല്ലേ നാം ഓരോരുത്തരും ഇതിനകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ പ്രതിസന്ധി അനുഭവിച്ച, വെല്ലുവിളി അനുഭവിച്ച, പെർസിക്യൂഷൻ അനുഭവിച്ച സഭയോട് ദൈവം അറിയാ, എങ്കിലും എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്, നീ എന്റെ നാമം നിഷേധിച്ചിട്ടില്ല, നിന്റെ വിശ്വാസം നീ തള്ളിക്കളഞ്ഞിട്ടില്ല. സ്തോത്രം, ഹല്ലേലൂയ. സാഹചര്യം അനുകൂലമല്ലെങ്കിലും വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്ന ഒരു കൂട്ടര് പെർഗമ സഭയ്ക്കകത്തുണ്ടായിരുന്നു. ആമേൻ. സാഹചര്യം അനുകൂലമാകുമ്പോൾ, വെല്ലുവിളികൾ ഇല്ലാതിരിക്കുമ്പോൾ ആർക്കും വിശ്വാസം നിൽക്കാം. അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ഒരു പ്രശ്നവുമില്ല. സാമ്പത്തികമായി എല്ലാം ഭദ്രമായി നിൽക്കുമ്പോൾ, എല്ലാ സുഖ സൗകര്യങ്ങളുള്ളപ്പോൾ, അല്ലെ ഒരു പക്ഷേ ചോദ്യം ചെയ്യാതെ പേരിന് വേണ്ടിയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും. എന്നാൽ എന്റെ ചോദ്യം ഇതാണ്, പെർഗമ സഭയോട് ദൈവം പറഞ്ഞതുപോലെ പ്രശ്നമാഞ്ഞടിക്കുമ്പോൾ, പ്രതികൂലമാഞ്ഞടിക്കുമ്പോൾ, ചിന്തിക്കാത്ത നിമിഷത്തിൽ വേർപാടുകൾ സംഭവിക്കുമ്പോൾ, ചിന്തിക്കാത്ത നിമിഷത്തിൽ ഒട്ടനവധി പ്രശ്നം ജീവിതത്തിന് നേരെ, തലമുറയ്ക്ക് നേരെ, സഭയ്ക്ക് നേരെ വെല്ലുവിളികൾ ഉയരുമ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയുമോ? ഈ വിശ്വാസത്തിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? അതോ നമ്മൾ ചോദ്യം ചെയ്യുന്നവരായി മാറുമോ?
ഇവിടെ സഭയെക്കുറിച്ച് ദൈവത്തിന്റെ ദൂതൻ പറയാ, നോ നോ നോ, ഇത്രയും പിശാചിന്റെ ഇരിപ്പിടത്തിരിക്കുന്ന സഭയെക്കുറിച്ച് കർത്താവ് പറയാ. എന്ന് പറഞ്ഞ വെറും പിശാചല്ല, പോരാട്ടമുണ്ട്, പ്രതിസന്ധികളുണ്ട്, സുഖമായിട്ട് അവന് പോകുകയല്ല. പിശാചിന്റെ സിംഹാസനം ഇരിക്കുന്ന സഭ സുഖമാണെന്നല്ല, പോരാട്ടമുണ്ട്, പ്രതികൂലങ്ങളുണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിലും വിശ്വാസം പിടിച്ചു നിൽക്കുന്ന ചിലർ. ആമേൻ, ഹല്ലേലൂയ. അതാണ് സഭയെക്കുറിച്ച് കർത്താവിന് പറയാനുള്ള അനുമോദനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. സാഹചര്യം അനുകൂലം മാത്രമല്ല. In our lives, we often surrounded by influence and the challenges of faith. നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ജീവിക്കുന്ന ഈ സാഹചര്യം ഒത്തിരി ചലഞ്ചസ് നമ്മൾ അഭിമുഖീകരിക്കുന്നവരാ, ഒത്തിരി വെല്ലുവിളികളുണ്ട്. ഈ സഭയെ സംബന്ധിച്ചോളം, പെർഗമ സഭയെ സംബന്ധിച്ചോളം, the same problem they face. അവരും ഒത്തിരി ചലഞ്ചസ്, ഒത്തിരി പ്രഷേഴ്സ് ഉണ്ടായിരുന്നു അവർക്ക്. കാരണം ഒരു ഭാഗത്ത് വെല്ലുവിളികൾ, വിശ്വാസത്തിൽ നിന്ന് കുറെ പേര് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നു, വിശ്വാസം പിടിച്ചു നിൽക്കാത്ത കുറെ പേര്, അല്ല സ്തോത്രം, വിശ്വാസത്തെ തള്ളിക്കളഞ്ഞ കുറെ പേര്, ചിലരൊക്കെ അല്ല അവരുടെ പ്രഷറിന്റെ മുന്നിൽ കോംപ്രമൈസ് ചെയ്തു. എന്നാൽ സ്തോത്രം, ഇവിടെ ചിലരെ കുറിച്ച് കർത്താവ് പറയാ, എങ്കിലും അവരുടെ പ്രഷറിൽ അവര് കോംപ്രമൈസ് ചെയ്യാതെ വിശ്വാസത്തിൽ പിടിച്ചു നിൽപ്പാനിടയായി. വി ഹാവ് ദ സോഷ്യൽ കൾച്ചറൽ പ്രഷർ. ഇതിന്റെ മധ്യത്തിൽ നമ്മുടെ ഉപദേശം, നമ്മുടെ വിശ്വാസം നാം കോംപ്രമൈസ് ചെയ്യുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ഇന്നത്തെ ഒത്തിരി അല്ലെ പ്രശ്നം, ഒത്തിരി ഒരു വിഷയമാണ് പിയർ പ്രഷർ. കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ ഒത്തിരി വിഷയമാണ് പിയർ പ്രഷർ. ചെല്ലുന്നിടത്തുണ്ടാകുന്ന സാഹചര്യങ്ങൾ, അല്ലെ അവരെ വിശ്വാസത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ അവരെ ചലഞ്ച് ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ. പക്ഷേ കുഞ്ഞുങ്ങളെ, we need to believe, we need to understand one thing, whether you face, when you are facing lot of challenges, hallelujah, ഒത്തിരി പ്രഷേഴ്സ് നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ നിന്ന്, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് വെല്ലുവിളി വരുമ്പോൾ, അല്ലെ we need to hold fast his name. ആ വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കണം. ഇവിടെ സഭയ്ക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ചോദിക്കട്ടെ, സ്തോത്രം, in the midst of persecution, the tribulation, the cultural and religious pressure, they hold fast God's name. ദൈവത്തിന്റെ നാമം അവർ മുറുകെ പിടിച്ചു. അവർക്ക് യേശുവിന്റെ നാമത്തിന്റെ ശക്തി. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സ്തോത്രം, എൻ്റെ നാമം, അല്ലേ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നാമം, നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല, എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. അവർക്കറിയാം, പെർഗമ സഭയ്ക്കറിയാമായിരുന്നു യേശുവിന്റെ നാമത്തിന്റെ ശക്തി. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ശക്തി എന്താണെന്നും അതിന്റെ പവർ എന്താണെന്നും അവർക്ക് നന്നായി അറിയായിരുന്നു. സാഹചര്യങ്ങൾ അനുസരിച്ച് മാറുന്ന ഒരു നാമമല്ല എൻ്റെ യേശുവിന്റെ നാമം. വിശ്വാസികൾക്ക് നന്നായി അറിയാം, ഈ യേശുവിന്റെ നാമത്തിനകത്ത് ശക്തിയുണ്ട്, ഈ യേശുവിന്റെ നാമത്തിനകത്ത് വിടുതലുണ്ട്, ഈ യേശുവിന്റെ നാമത്തിനകത്ത് രോഗസൗഖ്യമുണ്ട്, ഈ യേശുവിന്റെ നാമത്തിനകത്ത് നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രശ്നം വന്നപ്പോൾ അവർ മാറിപ്പോയില്ല, അവർ ആ നാമത്തിൽ ഉറച്ചു. ഹല്ലേലൂയ. ഈ ഉറപ്പ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ഇവിടെ സ്തോത്രം, യേശുവിന്റെ നാമത്തെ കുറെ പേര് തള്ളിക്കളഞ്ഞു. കുറെ പേര് താഴോട്ട് വായിക്കാൻ നമുക്ക് കാണാൻ കഴിയാം. എല്ലാവരും ഒന്നുമല്ല, സഭയോടാ ദൂത് പറയുന്നെങ്കിലും തള്ളിക്കളഞ്ഞവരും സഭയ്ക്കകത്തുള്ളപ്പോഴും കർത്താവ് പറയാ, കുറെ പേര് എൻ്റെ വിശ്വാസം പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മറുസൈഡിൽ കുറെ പേരൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അല്ലേ, എങ്കിലും സഭയെക്കുറിച്ച് കർത്താവിനുള്ള ആശ്വാസം അറിയോ? അല്ലേ, മുട്ടുമടക്കാത്ത കുറെ പേര് എനിക്കുണ്ടല്ലോ, നാമം നിഷേധിക്കാത്ത കുറെ പേരുണ്ടല്ലോ. ഹല്ലേലൂയ. വിശ്വാസം തള്ളിക്കളയാത്ത കുറെ പേരുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം ഒരു കാര്യം മനസ്സിലാക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ചിന്തിക്കുന്ന പലരും മാറിയെന്ന് വന്നേക്കാം, എന്നാൽ നിന്റെ വിശ്വാസം നീ മാറിക്കളയരുത്. നീ പ്രതീക്ഷിക്കുന്ന പലരും ഒരുപക്ഷെ വിശ്വാസം താളടിയായി വന്നേക്കാം, പക്ഷേ you need to hold fast his faith. ഹല്ലേലൂയ. വിശ്വാസം നീ മുറുകെ പിടിക്കണം. നീ ഇന്നലെ വരെ ഭക്തനെന്ന് നിരൂപിച്ചവരൊക്കെ ഒരുപക്ഷെ താഴെ വീണെന്നിരിക്കും, പക്ഷെ നിന്റെ വിശ്വാസം ചോർന്നു പോകരുത്. നീ ഹല്ലേലൂയ കണ്ടിട്ട് അന്യഭാഷയിൽ ആരാധിക്കുന്നവർ നാളെ വീണെന്നിരിക്കും, പക്ഷെ യു ഷുഡ് നോട്ട്, നീ തകർന്നു പോകരുത്. ഹല്ലേലൂയ. അല്ലേ, നമുക്ക് എത്ര ചരിത്രങ്ങൾ അറിയാം, മുന്നിൽ നിന്നവർ വീണ് താളടിയായി. സ്തോത്രം. പ്രതീക്ഷിക്കാത്ത പലരും തകർന്നിട്ടുണ്ട്, പക്ഷേ പിടിച്ചു നിൽക്കുന്ന വിശ്വാസികൾ. ഇന്ന് പകൽക്കാലം ഈ ദൂത പോസ്പോസ് സഭയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ നല്ലെന്ന് കാണുന്ന പലരും താളടിയായി വന്നേക്കാം, ബട്ട് ഹോൾഡ് ഫാസ്റ്റ് ദ ഫെയ്ത്ത്. ഹോൾഡ് ഫാസ്റ്റ് ദ ഫെയ്ത്ത്.
ഹല്ലേലൂയ. വിശ്വാസം വിട്ടുകളയരുത്. ക്രിസ്തുവിന്റെ നാമം നിഷേധിക്കരുത്. നമ്മൾ നോക്കുന്നത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനായിരിക്കണം. നിങ്ങൾ നോക്കുന്നത് ബിജു സംഭാസ്തി ആകരുത്. നിങ്ങൾ നോക്കുന്നത് ഇവിടെ ഇരിക്കുന്ന വ്യക്തികളെ ആകരുത്. If you look to Jesus, you can hold fast the name. ഹല്ലേലൂയ. മനുഷ്യൻ താഴെ വീണെന്നിരിക്കും. അല്ല, പാട്ടുകാരൻ പറയുന്ന പോലെ, അല്ല, സ്തോത്രം, എന്നിലും ശക്തർ എന്നിലും ഭക്തർ വീണു പോയ ഒരു പോർക്കളം. ഒന്ന് പാടാൻ കഴിയുമോ? ഒന്ന് പാടാൻ കഴിയുമോ? നീലും എന്നിലും ശക്ത വീണു വീഴുന്നു. ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. നീ എൻ ദൈവം വാഴ്ത്തും ഞാൻ നിന്നെ, സ്തുത്യർഹമേ തവ നാമം. യെസ്, വിശ്വാസം മുറുകെ പിടിച്ചോണം. ദൈവത്തിൻ്റെ നാമം മുറുകെ പിടിച്ചോണം. അവിടെ ഇവിടെയെല്ലാം കോട്ടം തട്ടിയെന്ന് വിചാരിച്ച് നിന്റെ വിശ്വാസം നീ കൈവിടരുത്. ചുറ്റുപാടുകളിൽ ലോകം ഇന്ന് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. വിശ്വാസത്തിന് ക്ഷീണം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി പേര് ഈ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് പുറകോട്ട് മാറിക്കൊണ്ടിരിക്കുക. അല്ലെ, വ്യക്തമായി ദൈവമായിട്ടുള്ള ബന്ധമുള്ള ദൈവ പൈതലേ, നിന്റെ വിശ്വാസം നീ കൈവിടരുത്. ഹല്ലേലൂയ. അല്ല, ഞാൻ ഓർപ്പിച്ചതുപോലെ നീ നോക്കുന്ന, നമ്മൾ നോക്കുന്ന പലരും ഒരുപക്ഷെ വീണ് താളടിയായി എന്ന് വന്നേക്കാം. പ്രതീക്ഷിക്കാത്ത പലരും പോയെന്ന് പറഞ്ഞേക്കാം. യേശുവിനെ നോക്ക്, അവന്റെ നാമത്തെ നോക്കുക. നമ്മുടെ മുന്നിൽ ഒറ്റ മാതൃകയേ ഉള്ളൂ. ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ മുന്നിൽ ഒറ്റ മാതൃകയേ ഉള്ളൂ. മനുഷ്യനല്ല, നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം വരുന്ന കർത്താവ്. Can you look at him? അവനിലേക്ക് നിന്റെ കണ്ണുറത്താൻ പറ്റുമോ? അങ്ങനെ ഉയർത്തിയാൽ നീ ക്ഷീണിക്കത്തില്ല പ്രിയ പൈതലേ. അങ്ങനെ നിർത്തിയാൽ നീ ക്ഷീണിച്ചു പോകത്തില്ല. ഇല്ലെങ്കിൽ നീയും ക്ഷീണിച്ചു പോകും, നീയും വീണു പോകും. Hold fast his name. Hallelujah. അവന്റെ പേര്, നാമം മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അവരുടെ വിശ്വാസം മുറുകെ പിടിക്കേണ്ട ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് വചനത്തിനകത്തുണ്ട്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു, യേശുവിൻ്റെ നാമം മുറുകെ പിടിച്ച ഒരു കൂട്ടര്. രണ്ടാമത് പറയുക, സ്തോത്രം, അവരുടെ വിശ്വാസം, അല്ലേ, അവരുടെ വിശ്വാസം, കർത്താവിൻ്റെ നാമം മുറുകെ പിടിച്ചവർ എന്നതിന് പുറമെ വിശ്വാസം നിഷേധിക്കാത്തവർ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എന്ത് ചെയ്തില്ല? നിഷേധിച്ചില്ല. അവർ തള്ളിക്കളഞ്ഞില്ല ദൈവത്തിലുള്ള വിശ്വാസം. പ്രതികൂലം വന്നപ്പോൾ അവരുടെ വിശ്വാസം ചോർന്നു പോയില്ല. പ്രതിസന്ധി വന്നപ്പോൾ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ വിശ്വാസം എങ്ങനെ നിൽക്കുന്നേ? വിശ്വാസത്തിന് ക്ഷീണം സംഭവിക്കുമോ? പ്രശ്നം വരുമ്പോൾ ക്ഷീണിച്ചിട്ടുണ്ടോ? പ്രതിസന്ധി വന്നപ്പോൾ ക്ഷീണിച്ചിട്ടുണ്ടോ? അതോ വിശ്വാസം വർദ്ധിച്ചോ? ഇവിടെ സഭയെക്കുറിച്ച് പറയാ, വിശ്വാസം നിഷേധിക്കാത്തവർ കുറെ പേരുണ്ട്. കർത്താവ് സ്തോത്രം. അവിടെ ശ്രദ്ധിച്ചാൽ ഈ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വിശ്വാസത്തെ തള്ളിക്കറയേണ്ടുന്ന ഒത്തിരി മണ്ഡലമുണ്ടായി. പ്രത്യേകിച്ച് സ്മുർന സഭയെ പോലെ തന്നെ പെർഗമോ സഭയിലും പീഡനം ഒരുപാട് ഉണ്ടായി. എങ്കിലും അവർ വിശ്വാസം തള്ളിക്കളഞ്ഞില്ല. ഈ 13-ാം വാക്യത്തിൽ അന്തിപ്പാസിനെ കുറിച്ച് കാണുന്നുണ്ടല്ലോ. എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും. അവിടെ പറഞ്ഞിരിക്കുന്ന ചരിത്രം ഇങ്ങനെയാണ്. ഇത് ഈ ദൂത് പറയുന്നതിന് ചില വർഷങ്ങൾക്ക് മുന്നെയാണ് ഈ അന്തിപ്പാസിന്റെ രക്തസാക്ഷിത്വം സംഭവിക്കുന്നത്. ഡൊമീഷ്യൻ ചക്രവർത്തി ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ചക്രവർത്തിമാരെ ദൈവമെന്ന് ആരാധിക്കണമെന്നും അവരുടെ മുന്നിൽ മുട്ടുമടക്കണമെന്നും ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ നാമത്തെ നിഷേധിക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആ സഭയുടെ അധ്യക്ഷനാണ് അന്തിപ്പാസ് എന്നാണ് പറയപ്പെടുന്നത്.
അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ഒരു ഇരുമ്പിൻ്റെ ലോകം കൊണ്ടൊരു കൂടുണ്ടാക്കിയിട്ട് ആ കൂടിനെ ജീവനോടെ കയറ്റി നിർത്തി, സ്തോത്രം, തീക്കകത്ത് കൊണ്ടിട്ട് വറുത്തു കൊന്നു എന്നാണ് ചരിത്രം പറഞ്ഞിരിക്കുന്നത്. വറുത്തു കൊന്നു. അത്രയും പ്രതികൂലമാ സഭയ്ക്കകത്തുണ്ടായേ. നമുക്ക് ചിന്തിക്കാം, ഇന്ന് എന്തോ പ്രതികൂലമാ നമുക്കുള്ളേ, നമ്മൾ എന്തോ പ്രതിസന്ധി കൂടെ പോകുന്നു, സ്തോത്രം. എന്നിട്ടും അവിടെ പറയാ, എന്നിട്ടും എൻ്റെ നാമം, ഹല്ലേലൂയ, സ്തോത്രം, വിശ്വാസം നിഷേധിക്കരുത്. ഇന്നത്തെ കാലഘട്ടം വിശ്വാസം നിഷേധിക്കുന്നവർ, ഹല്ലേലൂയ, പ്രതിസന്ധി മറ്റുള്ളവർ കാണുമ്പോൾ നമ്മൾ നിഷേധിച്ചു പോകുകയാണോ? കർത്താവ് പറയുക, അങ്ങനെയുള്ളവർ കുറേ പേര് എൻ്റെ സഭയ്ക്കകത്തുണ്ട്, സ്തോത്രം. അപ്പോൾ തന്നെ മറു സൈഡിൽ അടുത്ത ഭാഗം കർത്താവ് അക്യൂസ് ചെയ്യാണ്, അവരുടെ കുറ്റങ്ങളെക്കുറിച്ച്. എന്താണ് ഇനി? കുറേ പേരുടെ കാര്യം ഇവിടെ പറയുക, സഭയെക്കുറിച്ച് പറയുക. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും, ഇത്രയൊക്കെ പ്രതിസന്ധി വന്നിട്ടും വിശ്വാസത്തിൽ പിടിച്ചു നിന്നവർ, എൻ്റെ നാമം പിടിച്ചു നിന്നവർ, വിശ്വാസം നിഷേധിക്കാത്തവർ ഉള്ളപ്പോൾ അടുത്ത മണ്ഡലം പറയുന്നു. എന്താ അടുത്ത പറഞ്ഞിരിക്കുന്നത്? എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. എങ്കിലും നിന്നെ കുറിച്ചൊരു കുറവ് പറയാനുണ്ട്. ശ്രദ്ധിച്ചേ, ഞാൻ ഓർപ്പിക്കുക, ഇത്രയും നേരം കർത്താവ് നല്ല അഭിനന്ദനത്തിന്റെ വാക്കുകളൊക്കെ പറഞ്ഞ് കേട്ട് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത മണ്ഡലം വരുമ്പോഴാണ് നമുക്ക് പ്രയാസം വരുന്നത്. ഞാൻ അന്ന് ഓർപ്പിച്ചതാ, നമുക്ക് പലപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം എന്താ? കുറവ് പറയുക എന്നുള്ളത്, അല്ലേ? ഈ കുറവ് പറയാൻ വേണ്ടി, കുറവ് കണ്ടുപിടിച്ച് പറയാൻ വേണ്ടി, അത് രണ്ടർത്ഥമുണ്ട് അതിനകത്ത്. ചിലർ പറയും കുറവേ പറയാനുള്ളെന്ന്. സ്തോത്രം, അങ്ങനെയല്ല. നമ്മൾ കുറവ് കണ്ടാൽ കുറവ്. ഇവിടെ കർത്താവ് നന്മവശം എത്ര ഉണ്ടെങ്കിലും വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കുറവിനെ കോംപ്രമൈസ് ചെയ്യാൻ കർത്താവ് തയ്യാറല്ല. കർത്താവ് എണ്ണി പറയുക എന്താണ് നിൻ്റെ കുറവെന്നുള്ളത്. സ്തോത്രം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഒരു മണ്ഡലത്തിലേക്ക്, ആത്മീയ മണ്ഡലത്തിലേക്ക് കയറി നമ്മുടെ ബലഹീനതകളെ നമ്മൾ പോയിന്റ് ചെയ്താൽ, ബലഹീനതകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞാൽ, എന്നോടോ നിങ്ങളോടോ പലപ്പോഴും പറഞ്ഞാൽ, പലപ്പോഴും നമ്മളതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നതിനേക്കാൾ ഉപരി നമ്മളതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. പലപ്പോഴും അങ്ങനെയല്ല ജീവിതത്തിൽ സംഭവിക്കാറുള്ളത്. കുറവുകൾ പറയുക. ഇന്ന് വചനത്തിൽ കൂടെ ഒരു ദൂത് വന്നെന്നിരിക്കട്ടെ, അന്ന് കർത്താവ് അത് കുറവെന്ന് പറഞ്ഞു. ഇന്ന് പറഞ്ഞാൽ അതിന് മലയാള പെന്തക്കോസ്ത് വഴി വേറൊരു വാക്ക് പറയും. എന്ത് പറയും? പറഞ്ഞോ, ഉറക്കെ പറഞ്ഞോ. കുത്തിയെന്നൊക്കെ പറയും. പുറത്തോട്ടിറങ്ങി പറയും, പാസ് ഇന്ന് എന്നെ ഇട്ട് കുത്തിയതാ. പറഞ്ഞിട്ടില്ലേ? സത്യം അറിയാവൂ, കുത്തിയെന്നൊക്കെ പറയും. പക്ഷേ കുറവ് പറയുമ്പോൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പോരായ്മയെ പോയിന്റ് ഔട്ട് ചെയ്യാൽ, സ്തോത്രം, ഈ വചനത്തിനകത്ത് കർത്താവ് പറഞ്ഞൊരു മനുഷ്യനുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവനെ നോക്കി കർത്താവ് പറഞ്ഞെന്താണെന്നറിയോ? എൻ്റെ ഹൃദയപ്രകാരം ഒരു മനുഷ്യൻ. ആരാ? ദാവീദ്. ഈ ദാവീദിനെ ഇത്രയും കർത്താവ് ഇഷ്ടപ്പെടാൻ കാര്യം എന്താ അറിയോ? അവൻ കൊലയാളിയാണ്, വ്യഭിചാരം ചെയ്തിട്ടുണ്ട്, ഒത്തിരി തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. യെസ്, നാഥാം പ്രവാചകൻ അങ്ങോട്ട് ചെന്നിട്ട് ഒരു കഥ പോലെ കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടപ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം, എന്താ? അവൻ്റെ ന്യായീകരിക്കാൻ തയ്യാറില്ല, അനുതാപപ്പെട്ടു. അതിൻ്റെ സങ്കീർത്തനം 51-ാം സങ്കീർത്തനം നിങ്ങൾ വായിച്ചാൽ ആ സങ്കീർത്തനത്തിൽ അവൻ്റെ അനുതാപം, ആ ഹൃദയമാണ് ദൈവം നോക്കിയത്. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ എവിടെയെങ്കിലും ആരെങ്കിലും ആത്മീക മണ്ഡലത്തിൽ നമ്മുടെ ഒരു പോരായ്മയെ ചൂണ്ടിക്കാണിച്ചാൽ, ട്രൈ ടു കൺഫസ് ഇൻസ്റ്റെഡ് ഓഫ് ജസ്റ്റിഫൈ യുവർ സെൽഫ്. ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ അവിടെയാ കർത്താവിന് ഇഷ്ടം. ഇവിടെ കർത്താവ് സഭയോട്, സ്തോത്രം, ഹല്ലേലൂയ, ദൂത് പറയുക. എന്താ? ഒരു കുറവുണ്ട്. രണ്ട് കാര്യങ്ങൾ. എന്നിട്ട് കർത്താവ് പറയുന്ന രണ്ട് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പോകാം. ഓക്കെ, പറഞ്ഞു. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പാൻ ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. മതി. ഒന്നാമത്തെ കുറവെന്ന് പറയുന്നത്, ഇത്രയൊക്കെ ഉണ്ടെങ്കിലും ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്ന ചിലര്, ഇത് ആരോടെ ഈ ദൂത് പറയുന്ന? സഭയ്ക്ക് പുറത്തല്ല, സഭയ്ക്ക് അകത്താന്ന് ഓർക്കണം. ഇൻസൈഡ് ദ ചർച്ചിലോടാ ദൂതായി പറയുന്നേ. ഇതിനകത്ത് ബിലയാമിന്റെ ഉപദേശം
ഈ 21-ാം നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്ന ഈ പെന്തക്കോസ്ത് സഭയ്ക്കകത്ത് എന്തെല്ലാം ഉണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. വെൻ കർത്താവ് തൻ്റെ അഗ്നിജ്വാലയ്ക്ക് തൊക്കമണ്ണം കണ്ണോടെ നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഇവിടുത്തെ പറയാ ബിലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ. എന്താണ് ബിലിയാമിൻ്റെ ഉപദേശം? അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന നിലയിൽ ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്താം. സ്തോത്രം. ബിലിയാമിൻ്റെ ഉപദേശം എന്ന് പറഞ്ഞത്, സ്തോത്രം, നമ്മുടെ ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ യഥാർത്ഥമായ വേർപാട് ജീവിതം നഷ്ടപ്പെടുത്തിയുള്ള ഒരു ജീവിതം. ലോകസ്നേഹം, ലോകത്തിൻ്റെ ഇമ്പം, ലോകത്തിൻ്റെ ആഡംബരം, അങ്ങനെ വ്യത്യസ്തമായ ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജീവിത രീതിയാണ് ബിലിയാമിൻ്റെ ഉപദേശം. സ്തോത്രം. അത് മാത്രമല്ല, വചനത്തിനകത്ത് ബിലിയാമിനുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും. ബിലിയാമിൻ്റെ വഴി എന്ന് പറയുന്നുണ്ട് 2 പത്രോസ് 2:15. മറ്റൊരു ഭാഗത്ത് ബിലിയാമിൻ്റെ വഞ്ചന എന്ന് പറയുന്നുണ്ട്. സ്തോത്രം. അത് യൂദയുടെ ലേഖനം 11-ാം വാക്യത്തിലാണ്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നു ബിലിയാമിൻ്റെ ഉപദേശം. ചുരുക്കി പറഞ്ഞാൽ ബിലിയാമിൻ്റെ ഉപദേശം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ആഡംബരം, ലോകത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി. അപ്പോൾ കർത്താവ് പറയുക, നിങ്ങളുടെ അകത്ത്, ഈ സഭയ്ക്കകത്ത് എന്തുണ്ടെന്നാ, ഇങ്ങനെ ബിലിയാമിൻ്റെ ഉപദേശപ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടർ ഇതിനകത്തുണ്ട്. ഇതൊരു കുറവാ സഭയുടെ. എന്നിട്ട് അടുത്ത വാക്ക് പറയുന്നു, നിക്കൊല്യാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുണ്ട്. അപ്പോൾ ബിലിയാമിൻ്റെ ഉപദേശം പോലെ തന്നെയാണ് ഏറെക്കുറെ നിക്കൊല്യാവരുടെ ഉപദേശം. വേർപാട് ജീവിതം നഷ്ടപ്പെടുത്തിയുള്ള സഭയുടെ മുന്നോട്ടുള്ള പോക്കാണ് കർത്താവ് ഇവിടെ ദർശിക്കുന്നത്. ലോകസ്നേഹം, ലോകബന്ധം, ചുരുക്കത്തിൽ ആത്മീകമായ കാര്യങ്ങളെക്കാൾ ഉപരി നീ മറ്റുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ അതിനെ നിക്കൊല്യാവിൻ്റെ ഉപദേശം എന്നൊക്കെ പറയാം. എന്താണ് നമ്മുടെ പ്രയോറിറ്റി? ആത്മീക മണ്ഡലമാണോ അതോ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളാണോ? ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് കർത്താവ്, കർത്താവും കർത്താവിനുള്ളതും കർത്താവിൻ്റെ കൂട്ടായ്മയും. ഇത് കഴിഞ്ഞിട്ട് ഇതിനപ്പുറം നിന്റെ എന്തെങ്കിലും കയറി വന്നാൽ നീ പിടിച്ചിരിക്കുന്നത് നിക്കൊല്യാവിൻ്റെ ഉപദേശമാണ്. ഞാൻ ഒന്നുകൂടി ഊന്നി പറയുന്നു, നിന്റെ ആത്മീക ജീവിതത്തെക്കാൾ ഉപരി മറ്റെന്തെങ്കിലും കയറിയാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നു അതായിരുന്നു നിക്കൊല്യാവിൻ്റെ ഉപദേശം. അങ്ങനെ പിടിച്ചിരിക്കുന്ന കുറേ പേര് അതിനകത്തുണ്ട്, സഭയ്ക്കകത്തുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എഫെസസ് സഭ എന്തു വെറുത്തോ അത് പെർഗമോസ് സഭ കയറി പിടിച്ചു. ഓക്കെ, എഫെസസ് സഭയെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? എങ്കിലും നിക്കൊലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു. കണ്ടോ, എഫെസസ് സഭ വേണ്ട എന്ന് മാറ്റിവെച്ച ചിലതിനെ പെർഗമോസ് സഭ കയറി പിടിക്കാൻ തുടങ്ങി. അത് അവരുടെ ജീവിതത്തിൽ ഒരു കുറവായി കർത്താവ് കണ്ടു. ഇന്ന് പകൽക്കാലം, സ്തോത്രം, എവിടെയെങ്കിലും ലോകസ്നേഹം കയറിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ദൈവത്തിൻ്റെ കാൾ ഉപരി നിന്റെ അല്ലെങ്കിൽ സെൽഫ് കയറിയിട്ടുണ്ടെങ്കിൽ, കയറിയിട്ടുണ്ടെങ്കിൽ, ജീവിതം കയറിയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം തൊഴുത്ത് കർത്താവ് പറയുന്നുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന്. ഹല്ലേലൂയ. എന്താ നമ്മുടെ പ്രയോറിറ്റി? നമുക്ക് അല്പായുസ് തന്ന കർത്താവിന് വേണ്ടി ജീവിക്കുന്നതോ അതോ ഈ ലോകത്തിന്റെ ഇമ്പത്തിന് വേണ്ടിയും ലോകത്തിന്റെ ആഡംബരത്തിന് വേണ്ടിയും ലോകത്തിന്റെ സുഖത്തിന് വേണ്ടിയും നമ്മൾ ഓടുന്നതോ? വാട്ട് ഈസ് അവർ പ്രയോറിറ്റി? ഇവിടെ സഭയെക്കുറിച്ച് കർത്താവ് പറയുക, ഇങ്ങനൊരു കുറവ് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നിക്കൊല്യവരുടെ ഉപദേശം നീ പിടിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആ 2 ഭാഗം മാത്രം പറഞ്ഞ് ഞാൻ വിടുക, വിശദീകരിക്കുന്നില്ല. എന്നിട്ട് കർത്താവ് മൂന്നാമത്തെ കാര്യം വാർണിംഗ് ആണ്. അതിന്റെ 16-ാം വാക്യം, ആകയാൽ മാനസാന്തരപ്പെടുക. ആകയാൽ നിങ്ങൾ എന്തോ ചെയ്യണം? മാനസാന്തരപ്പെടണം. ആരോടാ പറയുന്നത്? ഇന്നത്തെ കാലത്ത് മാനസാന്തരപ്പെടുന്ന പാസ്റ്ററെ ഓടിക്കും. ഞങ്ങൾ മാനസാന്തരപ്പെട്ടിട്ടല്ലേ ഇതിനോട്ട് കയറി വന്നേ, എന്നിട്ട് ഞങ്ങൾ ഇനി മാനസാന്തരപ്പെടാനോ? കർത്താവ് നോക്കിയിട്ട് പറയാം നീ മാനസാന്തരപ്പെടണമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. എവിടെയൊക്കെയാണ് കർത്താവ് ദർശിക്കുന്നത് നമുക്കറിയത്തില്ല. എവിടെയൊക്കെയാണ് കർത്താവ് നോക്കിയിട്ട് നിന്റെ കുറവെന്ന് കാണുന്നത് നമുക്കറിയത്തില്ല. പക്ഷെ കർത്താവ് നോക്കുമ്പോൾ ചിലതൊക്കെ കുറവായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെടാനുള്ള അവസരം കർത്താവ് തരിക. മാനസാന്തരപ്പെടുക. എന്നിട്ട് പറയുന്നു, സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ മാനസാന്തരപ്പെടണം. അവസരം കർത്താവ് കൊടുക്കുക, സഭയ്ക്ക് അവസരം കൊടുക്കുക.
എന്നിട്ട് കർത്താവ് പറയാ, എന്നിട്ടും അല്ല ഞാൻ. കണ്ടോ, മാനസാന്തരപ്പെടാൻ വീണുപോയിട്ടുണ്ടെങ്കിൽ, തകർച്ച വന്നിട്ടുണ്ടെങ്കിൽ, വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ, പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ, ലോകസ്നേഹം അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ, കർത്താവിനേക്കാൾ ഉപരി എവിടെയെങ്കിലും പ്രാധാന്യം കൊടുത്ത് വലിയ നാമം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വാസം ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട്, എന്നോട് ഉൾപ്പെടെ കർത്താവ് ദൂത് പറയുക, മാനസാന്തരപ്പെട്. സ്തോത്രം. എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? മാനസാന്തരപ്പെട്. എന്നിട്ട് കർത്താവ് പറയാ, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. കണ്ടോ, ഇവിടെ ഈ വാൾ എന്തായി മാറുക? ന്യായവിധിയുടെ വാളായി മാറുക. ഒരു ഭാഗത്ത് ഈ വാൾ അനുഗ്രഹത്തിന്റെയും വിടുതലിന്റെയും നിനക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളെ വെട്ടുന്ന വാളായി മാറുമ്പോൾ, ഇവിടെ ദൈവഭാഗത്തു നിന്ന് മാറി നിൽക്കുന്ന, മാനസാന്തരപ്പെടാൻ തയ്യാറാകാത്ത വ്യക്തി ജീവിതങ്ങളുടെ ന്യായവിധിയുടെ ആളായി മാറുക. സ്തോത്രം. ഇവിടെ കർത്താവ് പറയുന്നു, ഞാൻ എന്ത് ചെയ്യും? എൻ്റെ വാള് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? പോരാടും. ഈ വാളിന്റെ മുന്നിൽ നിൽക്കാൻ പൊന്നു മക്കളെ നമുക്ക് ആർക്കും പറ്റത്തില്ല. ഹല്ലേലൂയ. ഭയത്തോടെയാ ക്രിസ്തീയ ജീവിതം ഓടേണ്ടത്. എന്തിനാണ് ഈ വാള്? ലോകത്തോടും ലോകത്തിന്റെ ഇമ്പങ്ങളോടും സന്ധി ചെയ്ത് അഭിഗത ബന്ധത്തിലും വേർപാടില്ലാത്ത ജീവിതം നയിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, ഈ വാള് നിനക്കൊരു ന്യായവിധിയുടെ വാളായി മാറാൻ പോകുക. ദൈവത്തിന്റെ പ്രമാണം വിട്ടാണോ ഓടുന്നെങ്കിൽ, ദൈവവചനം വിട്ടാണോ ഓടുന്നെങ്കിൽ, ഉപദേശത്തിന് വിട്ടാണോ നിങ്ങൾ ഓടുന്നെങ്കിൽ, ഈ വാള് ന്യായവിധിയുടെ വാളായി മാറാൻ പോകുക. ഇതാ കർത്താവ് പെർഗ്മ സഭയോട് പറയുന്നത്. എന്താ ദൂത് ഇങ്ങനെ കയറി വരുന്നെന്ന് എനിക്കറിയില്ല. ഭയത്തോടെ കേൾക്കണം. പേടിപ്പിക്കാനൊന്നുമല്ല, വചനമാ പറയുന്നത്. ഹല്ലേലൂയ. മാനസാന്തരപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെട്ടോണം, മടങ്ങി വരണമെങ്കിൽ മടങ്ങി വന്നോണം. ഹല്ലേലൂയ. നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നുമല്ല ലോകത്തിൽ, വീഴ്ചകൾ എല്ലായിടും ഉണ്ട്. പക്ഷേ മാനസാന്തരപ്പെടാൻ ഒരു ഹൃദയമുണ്ടെങ്കിൽ ആദരിക്കാൻ, ചേർത്ത് നിർത്താൻ ഒരു കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുക, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ഒന്ന്, ഈ ഉപദേശത്തെ പിടിച്ചു നിൽക്കുന്നവർക്ക് ഈ വാള് ന്യായവിധിയുടെ വാളാകുമ്പോൾ, സ്തോത്രം, ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഇതൊരു അനുഗ്രഹത്തിന്റെ വാളായി മാറുക. ഇന്നും ഈ വാള് പ്രവർത്തിക്കുന്നുണ്ടോ? ഈ വചനമെന്ന വാൾ ഇന്നുമുണ്ട്, കൃപായുഗത്തിലും ഉണ്ടായിട്ടുണ്ട്. ഉണ്ടോ? ഒന്ന് പറയാമോ? എവിടെയെങ്കിലും ഓർക്കുന്നുണ്ടോ? കൃപായുഗത്തിലും ഈ വചനത്തിന്റെ വാളിന്റെ ന്യായവിധിയേറ്റ് നിലത്ത് വീണ ആരെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. വചനത്തിന്റെ വാളിന്റെ ന്യായവിധിയുടെ വെട്ടേറ്റ് താഴെ വീണവരാ രണ്ടുപേര് ഇന്നുമുണ്ട്. സ്തോത്രം. അപ്പോൾ ഇവിടെ കർത്താവ് പറയുക, ഞാൻ ന്യായം വിധിക്കും. ആരെ? ഈ അല്ല, അവിടെ ക്ലോസ് ഉണ്ട് കേട്ടോ. ചുമ്മാ കയറി പറയല്ല കർത്താവ്. നമുക്ക് അവസരം തന്നിട്ടേ കർത്താവ് ചെയ്യത്തുള്ളൂ. കാരണം കർത്താവ് നീതിയുള്ള ദൈവമാണ്. അവൻ നീതിയുള്ള ദൈവമാണ്. നമുക്ക് അവസരം തന്നിട്ടേ കർത്താവ് ചെയ്യത്തുള്ളൂ. അവൻ പറയാ, നിങ്ങൾ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ. ഹല്ലേലൂയ. ഈ ദൂത് നമ്മളോട് എല്ലാവരോടും ചേർന്ന, നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയാണ് ഞാൻ ഈ ദൂത് വിളിച്ച് പറയുന്നത്. മാനസാന്തരപ്പെടുക, അല്ല ഞാൻ. കർത്താവിൻ്റെ ന്യായവിധി. എന്നിട്ട് അവസാനമായി അതിൻ്റെ റിവാർഡ് എന്താണ്? അവർക്കുള്ള പ്രതിഫലം. 17-ാം വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഇവിടെ ശ്രദ്ധിച്ചേ, ജയിക്കുന്നവർക്ക്, എല്ലാവർക്കും അല്ല, ജയിക്കുന്നവർക്ക്. എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് പരാജയപ്പെടാനല്ല, ജയിക്കാനാ. പറയാമോ എന്നെ വിളിച്ചത് ജയിക്കാനാണെന്ന്? വിശ്വാസം ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തി ധൈര്യത്തോടെ പറയാം, എന്നെ വിളിച്ച് ജയിക്കാനാ. പിശാചിന്റെ മുന്നിൽ പരാജയപ്പെടാനല്ല, ലോകത്തിന്റെ മുന്നിൽ പരാജയപ്പെടുന്നില്ല, ലോകത്തിന്റെ ഇമ്പത്തിന്റെ മുന്നിൽ തൊന്നിപ്പാടാനല്ല. എന്നെ വിളിച്ചത് ഏത് പ്രതികൂലം വന്നാലും, ഏത് എതിർപ്പ് വന്നാലും, ഏത് പേഴ്സിക്യൂഷൻ വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും ജയിക്കാനാ എന്റെ കർത്താവിനെ വിളിച്ചിരിക്കുന്നത്. ജയാളികൾക്ക് പ്രതിഫലമുള്ളത്. ജയിക്കാൻ ഇവിടെ കർത്താവ് പറയാ, ജയിക്കുന്നവന് ഞാൻ സ്തോത്രം, ഹല്ലേലൂയ. മുന്നറിയിപ്പ് കൊടുത്ത് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം കൊടുത്ത്, അത് സ്തോത്രം, അങ്ങനെ മാനസാന്തരപ്പെടുന്നവർക്കുള്ള പ്രതിഫലം അടുത്ത ഭാഗം.
ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച വന്നു എന്നുള്ളത് കൊണ്ട് കർത്താവ് നിന്നെ തള്ളിക്കളയുമെന്ന് ഞാൻ പറയത്തില്ല. ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു എന്നുള്ളത് കൊണ്ട് കർത്താവ് നിന്നെ അബാൻഡൻ ചെയ്തെന്ന് ഞാൻ പറയത്തില്ല. ഒരു വീഴ്ച പരാജയം നിന്റെ ജീവിതത്തിൽ വന്നു എന്നുള്ളത് കൊണ്ട് നീ എന്നേക്കുമായി പോയെന്ന് ഞാൻ പറയത്തില്ല. അവസരം കർത്താവ് തരിക. കം ബാക്ക്, റിട്ടേൺ ഇറ്റ്, റെസ്റ്റോർ യുവർ റിലേഷൻഷിപ്പ്. കർത്താവ് ഒരു മടങ്ങി വരവാ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് പറയാം, മാനസാന്തരപ്പെട്ട് വാ, എന്നിട്ട് ഞാൻ നിനക്ക് പ്രതിഫലം തരാം. ഞാൻ പ്രതിഫലം ജയിക്കുന്നവർക്ക് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവർ ആരാണ്? പറഞ്ഞല്ലോ, യേശു ക്രിസ്തുവിൽ ശരണപ്പെട്ട് ലോകത്തോടും ലോകമോഹത്തോടും വേർപാടും ദുരുപദേശത്തിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കാൻ തീരുമാനത്തോടെ നിൽക്കുന്നവർക്ക് അവരാണ് ജയിക്കുന്നവർ. അവർക്ക് ഞാൻ കൊടുക്കും മറഞ്ഞിരിക്കുന്ന മന്ന, വെള്ളക്കല്ല്, പുതിയ പേര്. ഇതൊക്കെ വ്യാഖ്യാനിക്കാൻ ഒത്തിരി ഉണ്ട്, ഞാനിതിൽ പോകുന്നില്ല. ഒറ്റ വാക്കി ശ്രദ്ധിച്ചാൽ മതി, there is a reward. ഈ വാക്യങ്ങൾ പറഞ്ഞ് വിവരിക്കാനുണ്ട്, അതിന് സമയമില്ല. ഒറ്റ കാര്യം ഓർത്താൽ മതി, നമ്മൾ ജയിക്കാൻ തയ്യാറായാൽ ഒരു റിവാർഡ് നമുക്കുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കിരീടങ്ങളെക്കുറിച്ച് പറയടയായി. സ്തോത്രം. 5 കിരീടങ്ങളെക്കുറിച്ച് പറയടയായി. കർത്താവ് നമുക്ക് റിവാർഡ് തരും. ഒറ്റ കാര്യമേ ഉള്ളൂ, പ്രശ്നം വരുമ്പോൾ തളർന്നു പോകാനല്ല. ഇന്ന് പകൽക്കാലം കണ്ണുകൾ അടയട്ടെ.